നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെ സമനിലയിൽ തളച്ച് ഗാന. ഗോൾ രഹിത സമനിലയാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു തരത്തിലും ഗോളടിക്കാൻ ഗാന സമ്മതിച്ചില്ല. ഇംഗ്ലണ്ട് പഠിച്ച പണി 18 നോക്കി. ആദ്യ മിനിറ്റ് മുതൽ കളിയുടെ ആദ്യ പകുതിയിലും രണ്ടാം പകുതിയിലും നിരന്തരം ആക്രമിച്ചുകൊണ്ടിരുന്നു ഇംഗ്ലണ്ട്. പക്ഷേ അവർക്ക് ഗോളടിക്കാനായില്ല. ഘാന പ്രതിരോധത്തെ തകർക്കാൻ അവർക്കായില്ല. മിക്കവാറും ഒക്കെ പന്ത് ഘാനയുടെ ഹാഫിലായിരുന്നു കളി. പക്ഷേ ഘാനയുടെ പെനാൾട്ടി ബോക്സിൽ നിന്ന് ഒരു ഘട്ടത്തിലും ഗോളടിക്കാൻ ഇംഗ്ലണ്ടിന് പറ്റിയില്ല. ഘാന ഏത് വിധേനയും ചെറുത്തു നിന്നു. ഘാന ഇംഗ്ലണ്ട് പെനാൾട്ടി ബോക്സിലേക്ക് പന്തുമായി പോയത് വളരെ അപൂർവം, ചുരുക്കം ചില സന്ദർഭങ്ങളിൽ മാത്രമാണ്. ബാക്കി മിക്കവാറുമൊക്കെ കളി ഘാനയുടെ പെനാൾട്ടി ബോക്സിലാണ് നടന്നത്. പക്ഷേ എന്നിട്ടും ഇംഗ്ലണ്ടിന് ഇത്രമാത്രം നിരന്തരം സമ്മർദ്ദം ചെലുത്തിയിട്ടും ഇംഗ്ലണ്ടിന് ഗോളടിക്കാനായില്ല. അതിന് ഘാനയുടെ പ്രതിരോധത്തെ അഭിനന്ദിച്ചേ മതിയാകൂ. അത്രമാത്രം ഗംഭീരമായിട്ടാണ് പ്രതിരോധവും ഗോൾ കീപ്പറും എല്ലാം ഘാനയ്ക്ക് വേണ്ടി കളിച്ചത്. ഇംഗ്ലണ്ടിന് നിരാശാജനകമായ സമനില എന്ന് തന്നെ പറയണം. അതേസമയം ഘാനയ്ക്ക് ഇതൊരു വലിയ നേട്ടമാണ്. കാരണം അവർ ഇംഗ്ലണ്ടിനെ പോലെ വലിയൊരു ടീമിനെ പിടിച്ചു നിർത്തി എന്നത് ചെറിയ കാര്യമല്ല. നേരത്തെ ആദ്യ മത്സരത്തിൽ പനാമയ്ക്കെതിരെ ഘാന 1 ഗോളിന് ജയിച്ചിരുന്നു. ഇതോടെ 4 പോയിൻ്റായി ഘാനയ്ക്ക്. ഇംഗ്ലണ്ടിനും 4 പോയിൻ്റാണ്. ഇംഗ്ലണ്ട് ആദ്യ മത്സരത്തിൽ ക്രൊയേഷ്യയെ 2-നെതിരെ 4 ഗോളുകൾക്ക് തോൽപ്പിച്ചിരുന്നു. അപ്പോൾ രണ്ട് ടീമുകളും 4 പോയിൻ്റ് നേടിക്കൊണ്ട് രണ്ടാമത്തെ കളി സമനിലയിൽ അവസാനിപ്പിച്ചുകൊണ്ട് രണ്ട് ടീമിനും 4 പോയിൻ്റുകളാണ് ഇപ്പോഴുള്ളത്.